ഡ്രസ്സിംഗ് ആണ് ടോപ്പിക്, എസ്പെഷ്യലി സ്ത്രീകളുടെ ഡ്രസ്സിംഗ് ടോപ്പിക് ആയതുകൊണ്ട് സ്നേഹനെ പിടിച്ചിരുത്തിയതാണ്. വേറൊന്നുമല്ല, കർമ്മ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസാണ്. നാണവും മാനവും ഇല്ലാത്ത ജന്മം. മോൾ എന്ത് കാണിച്ച് നടന്നാലും അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നവും ഇല്ലെന്ന് തോന്നുന്നു. ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും ആളുകൾക്കിടയിൽ ഇങ്ങനെ നടക്കാൻ എങ്ങനെ കഴിയുന്നു? പിങ്ക് ഗ്രീൻ നിറത്തിലുള്ള ഡീപ്പ് നെക്ക് വസ്ത്രം ധരിച്ച് മീനാക്ഷി. കടുത്ത വിമർശനം. ആക്ച്വലി കർമ്മ ന്യൂസ് ഇതിനകത്ത് ഇപ്പൊ ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന പോലെ കമന്റ് ബോക്സ്, വോയിസ് ഓഫ് കമന്റ് ബോക്സ് എന്നാണ് അവർ ഉദ്ദേശിച്ചത് തോന്നുന്നുണ്ട്. എന്താണെങ്കിൽ നമ്മളൊക്കെ കമന്റ് ബോക്സ് നോക്കിയിട്ട് അതിനൊരു നമ്മുടെ ഒരു റിപ്ലൈ കൊടുക്കാറുണ്ടല്ലോ. അതേപോലെ ഇവരിത് ഒരുമാതിരി ഊക്കു ഉപദേശം എന്നുള്ള നിലയ്ക്കാണ് തോന്നുന്നുണ്ട്. ഇവര് ന്യൂസുകാരൊക്കെ എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ചോദിക്കുന്നത്. അല്ല, കർമ്മ ന്യൂസ് ആകുമ്പോൾ ഇത്ര എക്സ്പെക്ട് ചെയ്താൽ മതി. അവര് ഈ ഫോട്ടോയും വെച്ച് ഇവരോട് ഈ ഒരു ടൈറ്റിലും എഴുതി അതിനടിയിൽ കർമ്മ ന്യൂസിന്റെ കമന്റ് ബോക്സിൽ ഇവർക്ക് തന്നെയാണ് കൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അറിയാലോ, നമ്മുടെ ഇവിടുത്തെ ഒരു സൊസൈറ്റി ഇപ്പോഴും ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഡ്രസ്സിങ്, ഓക്കെ, അതൊന്നും ആക്സെപ്റ്റ് ചെയ്ത് വരുന്നില്ല, ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഈവൻ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ആളുകൾ അതിനടിയിൽ പോയിട്ട് അവസരം കിട്ടാനല്ലേ, തുണി ദാരിദ്ര്യമാണോ, തന്തിയും തള്ളിയില്ലേ, ആളുകളെ കാണിക്കാനാണോ, അങ്ങനത്തെ കമന്റ്സ് സ്ഥിരമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉടമ്പണത്തിലെ മീനാക്ഷി അല്ലേ. ഈ അടുത്ത് ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി ഇവർ വന്നതായിരുന്നു. പ്രേമലു ആണ് തോന്നുന്നു, പ്രേമലു എന്ന് പറഞ്ഞ മൂവിയുടെ ഇതിനു വേണ്ടി വന്ന സമയത്ത് അവര് ഇതേപോലെ ഡ്രസ്സ് ചെയ്തു. ഇതിനു മുമ്പും അവർ എനിക്ക് തോന്നുന്നു കുറെ സ്ഥലങ്ങളിൽ ഇതേപോലെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അവരിടുന്നത്. അപ്പൊ ആ ഡ്രസ്സ് ഇടുമ്പോൾ അവർക്ക് ഓബിയസ്ലി ആ ഒരു കമന്റ് ബോക്സിൽ അതിനുള്ള വിമർശനങ്ങളും ഒരുപാട് ഞാൻ ഇതിനു മുമ്പും ഇവരുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഒരു ഇന്റർവ്യൂവിൽ ഇവർ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാനിവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ സ്റ്റാർസിനെ വരെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് സംഭവങ്ങൾക്കാണെങ്കിലും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പിന്നെ ലൈംലൈറ്റ് നിൽക്കുമ്പം എന്നെ ആരും ഒന്നും പറയരുത് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് തോന്നിയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചിലപ്പോ എന്റെ മാത്രം ഇതായിരിക്കും. ഇപ്പൊ ഓൺലൈൻ മീഡിയ ആണെങ്കിലും അവർക്ക് നെഗറ്റീവ്സ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവിനെയാണ്. എത്ര മോശമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നോ അത്രയും മോശമായിട്ട്. ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല ദാറ്റ് ഹാപ്പൻഡ്. നമ്മൾ ഇനിയിപ്പോ ദറ്റ് സോ കോൾഡ് ഏറ്റവും മാന്യതയുള്ള ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിൾ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ചുരിദാർ ഇട്ടിട്ട് നമ്മള് ഷോള് മൂടിയിട്ടില്ല, വൺ സൈഡാണ് ഇട്ടതെങ്കിലും നമ്മൾ ഷോൾ ഇടാത്ത സൈഡിൽ കൂടെ അൺകംഫർട്ടബിൾ ആംഗിളിൽ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ കാണുന്നതിനേക്കാളും വൃത്തികേടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കയറുമ്പോൾ നമ്മളെ കാണുമ്പോൾ അത്രയും വൃത്തികേട് ഉണ്ടാവില്ല. ഒരു റോങ് ആംഗിളിൽ നിന്ന് മേളിൽ നിന്നും താഴെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറെന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അത് കാണാൻ ആളുകൾ കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ജെനുവിൻലി കണ്ടിട്ടുണ്ട്, എന്റെ ഒരു സാരി ഉടുത്ത ഇതോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് മറ്റേ മര്യാദയ്ക്കുള്ള ഡ്രസ് ഇട്ട് ഒരു ഫോട്ടോയും പുറത്തു പോകത്തില്ല, ഒരു ഫോട്ടോയും വൈറലും അല്ല. പക്ഷേ ഞാനൊരു സ്ലീവ്ലെസ് ഇടുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇടുകയോ, ഞാൻ അത് ഇടാത്ത ആളുമല്ല, ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു നെഗറ്റിവിറ്റി ആളുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണെന്ന്. രണ്ട് ഭാഗങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ന്യൂട്രലാണ് പോകുന്നത്, രണ്ടും പറയുന്നവര് പറഞ്ഞോട്ടെ, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ പോസിറ്റീവ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ സ്നേഹ, ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആംഗിളോ സോഷ്യൽ മീഡിയ ചാനലുകളുടെ നെഗറ്റീവ് തംബ്നെയിലും ടൈറ്റിലോ, അതോ ഇവരുടെ ഡ്രസ്സിങ്ങോ, അതോ വ്യൂവർഷിപ്പോ, സൊസൈറ്റി ആൻഡ് വ്യൂവർഷിപ്പ്, ഏതാണ് ഇവിടുത്തെ ഒരു വിഷയം? എനിക്ക് തോന്നുന്നത് രണ്ടും ഇന്റർലിങ്ക്ഡ് അല്ലേ, സൊസൈറ്റിയും വ്യൂവർഷിപ്പും ഒക്കെ. അല്ല, അതൊക്കെ അത് ഞാൻ ഒറ്റ ടേമിലാ പറഞ്ഞത്, സൊസൈറ്റിയും വ്യൂവർഷിപ്പും. അതാണോ വിഷയം? അതോ ഈ പറഞ്ഞ പോലെ ക്യാമറ ഇവര് ഡിഫറെന്റ് ആംഗിൾ ഷൂട്ട് ചെയ്യുന്നതാണോ വിഷയം? അതൊരു വിഷയമാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടില്ല ക്യാമറ ആംഗിളില് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല. റയർ ഓഫ് ദ റയറസ്റ്റ് കേസ് ചിലപ്പോ വരാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചില കേസുകൾ അതിപ്പോ എല്ലാ ചാനലിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇവര് തന്നെ വിളിച്ചു വരുത്തുന്ന ചാനലുകളെ ഇവര് തന്നെ കുറ്റം പറഞ്ഞ പോലെ എനിക്ക് ഇല്ലേ? ഈ ഓൺലൈൻ മീഡിയക്കാരുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയണത്. ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തുന്നതിന് ഇവരാ. ചില ആളുകള് ഞാൻ ഇന്ന് ഈ ഡ്രസ്സിൽ വരും, ഞാൻ വരുന്നത് മുതൽ പോകുന്നത് വരെയുള്ള എല്ലാ രംഗങ്ങളും നിങ്ങൾ എല്ലാ ആംഗിളിലും ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ചിലര് തംബ്നെയിലും ടൈറ്റിലും അടക്കം പറഞ്ഞു കൊടുക്കും.
സീരിയസ് ആയിട്ട് ഞാൻ തമാശ പറഞ്ഞു. കാരണം എനിക്ക് ഈ ഓൺലൈൻ ചാനലുകാരൊക്കെ കുറെയൊക്കെ അറിയുന്നതാണ്. ഇവിടെ ഉള്ള ഓൺലൈൻ ചാനലിലൊരു 75% ആളുകൾ എനിക്ക് പേഴ്സണലി അറിയുന്നതാണ് ഓൺലൈൻ മീഡിയാസ്. ഇവരൊക്കെ വിളിച്ചു വരുത്തും, രാത്രി പകല് മഴ നില്ലാതെ വെയില് നില്ലാതെ വിളിച്ചു വരുത്തി അടിമുടി ഷൂട്ട് ചെയ്യിച്ചിട്ട് അത് എന്ത് തമ്മിൽ ടൈറ്റിൽ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്ന ആളുകൾ തന്നെ വേറൊരു സ്ഥലത്ത് കയറി ഇരുന്നിട്ട് ഓൺലൈൻ ചാനൽസ് നെഗറ്റീവ് കൊടുക്കുന്നു. ഓൺലൈൻ ഓക്കെ, ചില ആളുകളുടെ കേസിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർ ഈ പറഞ്ഞ തമ്മിലോ ടൈറ്റിലോ കൊടുക്കുമ്പോൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് അവർ ആ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്തും. ഇനി റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസ് ഞാൻ പറഞ്ഞല്ലോ, ചില ക്യാമറാമാര് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓക്കെ ഇത് കാണിച്ചാൽ കുറച്ചധികം വ്യൂസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കുറെ ഓക്വേർഡ് സിറ്റുവേഷൻ, അത് ഓക്വേർഡ് സിറ്റുവേഷൻ, അതായത് ഈ എന്താ പറയാ കുറെ ഈ ഡ്രസ്സ് സ്ലിപ്പിക്ക്, അതായത് നമ്മളെ വാൾഡ്രോബ് ഇതാവുക, അങ്ങനത്തെ സീനുകൾ ചിലപ്പോ ഓക്വേർഡ് സിറ്റുവേഷനിൽ ഒരു സെലിബ്രിറ്റി പെട്ട് കഴിഞ്ഞാൽ അതിന്ന് മാക്സിമം ക്യാഷ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് വളരെ റെയറാ മലയാളത്തിൽ. അങ്ങനെയുള്ള ഞാൻ അങ്ങനെ ഓൺലൈൻ മീഡിയ ഇങ്ങനെ കറക്റ്റ് അത് നോക്കി നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. അവര് തന്നെ രീതിയിലേ അവർ എടുക്കാറുള്ളൂ. കാരണം അവർക്ക് മാക്സിമം കവറേജ് കിട്ടണം, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടണമെന്നുള്ള ചിന്ത. അവരെല്ലാ വീഡിയോ ഇടും, അതില് വ്യൂവർഷിപ്പിന്റെ ഭാഗത്തുനിന്നാണ് എന്ത്, ആഹാ ഇവൾ ഈ ഡ്രസ്സാണ് ഇട്ടേ, അത് വ്യൂവേഴ്സിന് അപ് ടു ദം സൊസൈറ്റി വ്യൂവേഴ്സിനനുസരിച്ചിട്ടാണ് ഈ സംഗതിന്റെ വ്യൂസ് കൂടുന്നതും കമന്റ് ബോക്സിൽ പൊങ്കാല വരുന്നതും അല്ലെങ്കിൽ സപ്പോർട്ട് വരുന്നതും ഒക്കെ. അപ്പൊ അവിടെ ഇവരിപ്പോ ഈ പോയി ഇരുന്നിട്ട് ഇത് അങ്ങനെ വൃത്തികെട്ട ആംഗിളിൽ ക്യാമറ വെച്ച് ഓൺലൈൻ മീഡിയാസ് ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോ, പക്ഷെ അങ്ങനെ ഒരു ആംഗിൾ വൃത്തികെട്ട ആംഗിൾ എന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്തൊരു തോന്നുന്നു. കാരണം വൃത്തികെട്ട ആംഗിൾ എന്ത് ആംഗിളാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇവര് തന്നെ സ്വയം അഡ്മിറ്റ് ചെയ്യാണ്, ഞാൻ ചെയ്യുന്ന ഡ്രസ്സിങ്ങിൽ എവിടെയോ വൃത്തികേടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവര് സ്വയം പറയുന്ന പോലെ എന്ത് വൃത്തികേടുണ്ട്. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള ഉദ്ദേശം പ്രോപ്പറായിട്ട് നടക്കുമ്പോ പറയാണ് വൃത്തികെട്ട ആംഗിൾ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ആംഗിളും കാരണം നമ്മൾ ഇടുന്ന ഡ്രസ്സ് നല്ലതാണ്, നമ്മളെ ബോഡി നല്ലതാണ്, എല്ലാം ഫൈനാണ്. അല്ലാതെ ഇവിടെ ആരും എന്താ പറയാ ഇങ്ങോട്ട് മറ്റേ ഒളിക്യാമറ പോലുള്ള ക്യാമറയോ കൊണ്ട് ഇങ്ങോട്ട് കുത്തിയിടിച്ച് കയറുന്നൊന്നുമില്ല. എല്ലാം പബ്ലിക്കാണ്. ഒരു സ്ഥലത്തൊന്നും ഇപ്പൊ അവര് ആര് നടന്നു വരുന്ന സീനാണെങ്കിലും പോണതൊക്കെ ആണെങ്കിലും എല്ലാവരും എല്ലാ ചുറ്റുള്ളവരും കാണുന്നവരാണ്. അത് ജസ്റ്റ് ക്യാമറയിൽ പകർത്തി എന്നുള്ളൊരു കാര്യമുള്ളൂ. 360 ഡിഗ്രി കവർ ചെയ്യും, അതിലൊരു സംശയമില്ല. അതിൽ തന്നെ ഇപ്പൊ ഏത് പുറത്തു പോകുന്നു ഏത് വൈറലാവുന്നു എന്നുള്ളത് വ്യൂവേഴ്സ് ആണ് വിഷയം. ഇവിടുത്തെ സൊസൈറ്റിയാണ് പ്രശ്നം. അതിപ്പോ ഈ പറഞ്ഞ പോലെ ഇവരിപ്പോ ഈ സൂപ്പർ സ്റ്റാർസിന്റെ കേസടക്കം പറയുന്നുണ്ട്. ശരിയാണ്, ഇവിടെ സൂപ്പർ സ്റ്റാർസിനെ അടക്കം ക്രിട്ടിസൈസ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. അപ്പൊ പിന്നെ ഓബിയസ്ലി അത് നിങ്ങളാണെങ്കിലും ഇനി സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഒരു മെജോറിറ്റി വ്യൂവർഷിപ്പിന് തോന്നുകയാണ് അയ്യേതെന്നങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർ അയ്യെന്ന് പറയും. പക്ഷെ അതില് കോൺഫിഡൻസ് തളരാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പണി. നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് അത് ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് ഏത് ആംഗിളിൽ എടുത്താലും നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ള തോന്നലും ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വരും വരായിക എന്ത് ചിന്തിക്കുക വേണ്ട, അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നുള്ള അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു ഡ്രസ്സിൽ കോൺഫിഡന്റ് ആണ്. 10 ആള് വന്നിട്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ബന്ധു നോക്കാൻ ഐ ആം കോൺഫിഡന്റ്, അവര് കോൺഫിഡന്റ് ആണെന്ന് അവര് പറയുന്നുണ്ട്. ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചാ, എടി ഡാഷ് മോളെ, അത് നിന്റെ തന്ത ഡാഷ് മോൻ ചത്തുപോയോ, നിന്റെ നാട്ടിൽ തുണി ഉടുക്കാത്ത വേറെയും ശവങ്ങളുണ്ടോ, ഒരു കാര്യം മനസ്സിലായി, നിന്റെ നാട്ടിൽ കൈകരുത്ത ആണുങ്ങളില്ലാന്ന്. കൈകരുത്തുള്ള ആണുങ്ങളുണ്ടെങ്കിൽ എന്താണോ ചെയ്യാൻ പോണത്? അതെ, ഡ്രസ് ചെയ്യുമ്പോ കൈകരുത്തുള്ള ആണുങ്ങളാണോ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നത്? അല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ വ്യൂവർഷിപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഈ കമന്റ് ഇട്ട വ്യക്തിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂവർഷിപ്പിന്റെ ഒരു ഭാഗമാണ്. അതായത് അവരെ കണ്ണിലൂടെ അവർക്ക് ഇഷ്ടമുള്ള വേഷത്തിലോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണോ അതുപോലെ വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മേടിച്ചു കൊടുക്കും ഡ്രസ്സ്, അല്ലെങ്കിൽ കമന്റ് ഇടണോ ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടുപോയി നിർത്തി വീഡിയോ ഇട്ടിട്ട് അത് ഈ തന്നെ ഇരുന്ന് കാണണം. അല്ലെ, കാരണം ഇവന്റെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇവന്റെ ഇഷ്ടത്തിന് അപ്പുറം പോയി കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കണം. വൻ സീനായിരിക്കും. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിവുള്ളവർ ആ രീതിയിൽ മുന്നേറും. അതിന് കോൺഫിഡൻസ് ഇല്ലാത്തവർ ഇങ്ങനെ പ്രദർശിപ്പിച്ച് ജനശ്രദ്ധ പിടിക്കാൻ ഇതുപോലെ നടക്കും. മോൾ ഒരിക്കലും സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സ്വയം കമ്പയർ ചെയ്യരുത്, അത് അവരെ നാണം കെടുത്തുന്ന പോലെയാണ്. ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു വാക്ക് പറഞ്ഞോടുകൂടി ബോക്സ് മൊത്തത്തിൽ ഇപ്പൊ അതുമ്പോ പിടിച്ചു കയറിക്കുക. കാരണം കുറെ പേര് അത് കമന്റ് ഇട്ടിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ നീയുമായിട്ട് എന്തിനാ കമ്പയർ ചെയ്യുന്നത്, നീ അതിന് സൂപ്പർ സ്റ്റാർ ആണോ, നീ സെലിബ്രിറ്റി ആണോ? ഈ അത്യാവശ്യമല്ലേ, അത്യാവശ്യത്തിലേറെ ആളുകൾ അറിയുന്നതും ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയാണ് അവര് റിയാലിറ്റി ഷോ ചെയ്തു, റിയാലിറ്റി ഷോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ആങ്കറിങ് ചെയ്തു, ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നു.
അതിനും കൂടുതൽ എന്താ വേണ്ടേ? അതെ, നീ ഇങ്ങനെയുള്ള ഏത് ഡ്രസ് ഇട്ടാലും മഹാബോറാണ്. നിനക്ക് ഇണങ്ങുന്നത് നീ ഇടൂ. സൂപ്പർ സ്റ്റാർ എവിടെ, ഉടൻപണത്തിലെ മീനാക്ഷി എവിടെ? പ്ലീസ് ഡോണ്ട് കമ്പയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെന്റാലിറ്റിയിലാണ് പോണത്. സൂപ്പർ സ്റ്റാറിനെ നീ എന്തിനു പറഞ്ഞു? ഓ, ബാക്കി ഇപ്പോഴാ കേട്ടത്. മറ്റു ഡ്രസ് ഇട്ട് വന്നപ്പോൾ ആ ഫോട്ടോ ഒന്നും വൈറലായില്ല എന്നാണ് കുഞ്ഞിന്റെ പരാതി. ഇപ്പോഴാ കാര്യം പിടികിട്ടിയത്. ആയിക്കോട്ടെ, അപ്പൊ ശരി. അങ്ങനെ കുറെ ആൾക്കാര്, അതായത് ഈ മീനാക്ഷി പറഞ്ഞതിൽ വേറൊരു വളച്ചൊടിക്കല്, അതായത് നല്ല ഡ്രസ് നല്ല അത് ഈ നല്ല ഡ്രസ് ചീത്ത ഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതെന്താ അല്ല ഞാൻ സീരിയസ് ആയിട്ട് സ്നേഹനോട് ഈ നല്ല ഡ്രസ് ചീത്ത ഡ്രസ് പെണ്ണുങ്ങളെ കേസ് സൊസൈറ്റിയില് ഞാൻ പറയാം, സൊസൈറ്റീന്റെ കണക്കില് അങ്ങനെ ഉണ്ടോ? അനക്ക് കംഫർട്ടബിൾ ആവുന്ന ഡ്രസ്സും അല്ലാത്ത ഡ്രസ്സും അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇപ്പൊ നമുക്കാണെങ്കിൽ നമുക്ക് തോന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അത് നമ്മൾ ഇട്ടിട്ട് ശീലമായി ഞാൻ കഴിഞ്ഞാൽ പറയാ, ഈ സാരി ഉടുക്കാന്ന് വിചാരിച്ചോ, അനക്ക് ആ സാരി കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് സാരി കംഫർട്ടബിൾ അല്ല, കാരണം എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സാരി ഉടുക്കണ കുറവാണ്. അല്ലാതെ ഈ എന്റെ മനസ്സിൽ വിചാരിക്കാറുണ്ടോ സാരി ഒരു നല്ല ഡ്രസ്സാണ്, ഹാഫ് സ്ലീവോ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചിങ്ങനെ ഇറങ്ങി കിടക്കുന്ന ഡ്രസ്സോ നല്ല ഡ്രസ്സല്ല, അങ്ങനെ വിചാരിക്കാറുണ്ടോ? അങ്ങനെ വിചാരിക്കാറൊന്നുമില്ല. കാരണം അത് കാണുന്ന ആൾക്കാർ, കാരണം നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അത് ഈ സൊസൈറ്റിയിൽ അങ്ങനെയാണ്, അതായത് നോക്കുന്ന ഉറപ്പുള്ള കാര്യം. അങ്ങനെ അറ്റൻഷന് വേണ്ടി ഇടുന്ന ആരെങ്കിലും ഉണ്ട് നമുക്ക് തോന്നാറുണ്ടോ? അറ്റൻഷന് വേണ്ടിയിട്ട് ഞാൻ അറ്റൻഷന് വേണ്ടിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. എന്റെ ഇഷ്ടത്തിലാണ്. അതായത് നാലാള് നോക്കാൻ നാലാൾ നോക്കാനല്ല, ഞാൻ മേക്കപ്പ് ഇടാറുണ്ട്. ഞാൻ തെറ്റായിട്ടല്ല പറയണേ. നാലാള് നോക്കാൻ വേണ്ടി ഡ്രസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നാലാള് കാണാനല്ലേ ഡ്രസ് ചെയ്യുന്നതെന്നുള്ളൊരു കമന്റ് ബോക്സിലുള്ള ഒരു പൊതുവെയുള്ള ചോദ്യമുണ്ട്. അതിപ്പോ ഇപ്പൊ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരു കേസ് പറയട്ടെ. ഞാൻ ചില ഡ്രസ്സ് എടുക്കുമ്പോ ഒന്ന് ഇന്റെ സാറ്റിസ്ഫൈങ് ആണോ നോക്കും, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡന്റ് ആണോ നോക്കും. രണ്ടാമത് ഞാൻ നോക്കുന്ന ഒരു കേസ് എന്താ, രണ്ടാമത് മൂന്നാമത് നോക്കുന്ന കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഡ്രസ്സിലാണെന്ന് 2, 3 ഇല്ല. ആദ്യം നോട്ടത്തിൽ തന്നെ എനിക്ക് എന്താണെന്ന് അറിയാം, ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നാലാള് നോക്കും, എന്നാ പിന്നെ ഇത് വാ. അത് ഞാൻ നോക്കാറുണ്ട്. അത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അതിലെന്താ തെറ്റ് എനിക്ക് മനസ്സിലാവണില്ല. സീരിയസ് ആയിട്ട് അതിലെന്താ തെറ്റ് എനിക്ക് മനസ്സിലാവണില്ല. നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ആ ഡ്രസ്സ് നമ്മളെ മനസ്സിൽ തോന്നി ഇത് ഇട്ട ഒരു 4 ആള് കാണും. എടേ അതിനൊക്കെ തന്നെയല്ലേ നമ്മൾ ഡ്രസ്സ് ഇടുന്നത്. അതെ അതെ, ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളെ ഡ്രസ്സ് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്, എന്തിനാ ആൾക്കാർ കാണാൻ വേണ്ടിയില്ല. അല്ലാതെ നമ്മൾക്ക് തോന്നുക ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ നിന്നാ മതി, അല്ലെങ്കിൽ എന്താ അത് ആൾക്കാർ ഓപ്പോസിറ്റിലുള്ള ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നത്. അല്ലാതെ ആരാണെങ്കിലും ഈ ലോകത്തിലെ എല്ലാവരാണെങ്കിലും ആൾക്കാർ കണ്ടാൽ അയ്യെന്ന് പറയാത്ത രീതിയിൽ ഡ്രസ്സ് ഉണ്ടെന്ന് തന്നെ എല്ലാവരും വിചാരിക്കുക. അത് നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെയുണ്ടോ? അയ്യെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ചില കളർ കോമ്പിനേഷൻ നമുക്ക് തോന്നുന്നില്ലേ, അങ്ങനെയല്ല പറഞ്ഞത്. കളർ കോമ്പിനേഷൻ ഒക്കെ വേണമെങ്കിൽ ചിലപ്പോ നമ്മൾ പറയും ഇതെന്ത് മോഡലാ ഡ്രസ് ഇട്ടിരിക്കുന്നത്, അങ്ങനെ ഓപ്പോസിറ്റിലെ ആൾക്കാർ നോക്കുന്ന പറഞ്ഞത്. ഞാനല്ല പറയണേ, ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റിലെ ആൾക്കാരുടെ സൊസൈറ്റി അങ്ങനെ നോക്കുന്നത്. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ എടുക്കുന്ന ഡ്രസ്സൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നി എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടോ നോക്കും, ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷെ ആൾക്കാർ നോക്കണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കാറില്ല. പക്ഷെ ആൾക്കാർ നോക്കുന്ന സമയം വരാറുണ്ട്, നോക്കാത്ത സമയം വരാറുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ മേക്കപ്പിന്റെ കാര്യമാണെങ്കിലും ഡ്രസ്സിന്റെ കാര്യം ഞാൻ ഒരാൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഇന്നിപ്പോ മേക്കപ്പ് ഇടാതിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നാറുണ്ടോ ഞാൻ മേക്കപ്പ് ഇട്ടില്ല, ആൾക്കാർ എന്താ വിചാരിക്കാൻ തോന്നില്ലേ, അങ്ങനെ തോന്നാറുണ്ട്. അയ്യോ എന്റെ ഒന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അത് സീരിയസ് ആയിട്ട് പറയാം. സ്നേഹ ചില സാഹചര്യങ്ങളില് ഞാനും സ്നേഹമുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ ചില ദിവസത്തെ വീഡിയോ കുറച്ച് അധികം ഇരുന്ന് നോക്കും. 2 ദിവസം മുന്നത്തെ വീഡിയോ സ്നേഹ കുറച്ച് അധികം ഇരുന്ന് നോക്കണ്ടായിരുന്നു. കാരണം അതിന്റെ ഉള്ളിൽ സ്നേഹ മേക്കപ്പ് ഇട്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ വന്ന് ചേച്ചി ഇന്നലെ രാത്രിയത്തെ വീഡിയോ സ്നേഹ നോക്കിയതേ ഇല്ല, ഇന്നലെ മേക്കപ്പ് ഇട്ടിട്ടില്ല. അതാണ് സ്നേഹന്റെ വിഷയം. അതായത് സ്നേഹയ്ക്ക് ചില സമയത്ത് അതാ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ചില സമയത്ത് സ്നേഹയ്ക്ക് എന്താണ് ഞാൻ എന്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടിട്ടാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. അത് ആളുകൾ നോക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയും വേണം. അല്ല അത് വേണം, അതിനെന്താ തെറ്റ്? അല്ലാതെ കാശും കളഞ്ഞ് ഇത്രയും പൈസയും കളഞ്ഞ് എത്ര ലക്ഷം രൂപ, ലക്ഷക്കണക്കിന് റുപ്യേനാണ് മേക്കപ്പ് മേടിച്ചത്. തട്ടിമുട്ടി പോയ ലക്ഷങ്ങൾ വേണ്ടല്ലോ, ലക്ഷക്കണക്കിന് റുപ്യേന്റെ മേക്കപ്പാണ് മേടിച്ചിടുന്നത്. ഈ മേക്കപ്പ് ഈ സാധനം എല്ലാവരും മേക്കപ്പ് ഇടുന്ന ആൾക്കാർ ശ്രദ്ധിക്കാനും നമ്മൾ ഫോട്ടോ എടുക്കാനും ഫോട്ടോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാനും. എനിക്ക് എന്താ ഡൗട്ട് അറിയോ, ഈ മേക്കപ്പ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ എന്തിനാ ഫിൽറ്റർ ഇടുന്നേ? അത് ഞാൻ അറിയില്ല. അതിന്റെ മുകളിൽ എന്തിനാ ഫിൽറ്റർ ചിലപ്പോ ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പും സെർച്ചും വരുന്നത് വാൾഡ്രോബ് ഫെയിലിയേഴ്സിനാണ്. ഈ വാൾഡ്രോബ് ഫെയിലിയേഴ്സിന്റെ മുകളിൽ ക്യാഷ് ചെയ്യുന്ന കുറെ അധികം വെസ്റ്റേൺ ചാനലുകളുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ ബോളിവുഡ് ചാനൽസ് ഒക്കെ ഹോളിവുഡ് ചാനൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഉണ്ടാറുണ്ട്, പക്ഷെ നമ്മുടെ മലയാളികളുടെ അല്ല അത് അങ്ങനെ വാൾഡ്രോബ് ഫെയിലിയേഴ്സ് നമ്മളവിടെ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ അങ്ങനെ സംഭവിക്കാറില്ല. വളരെ റെയർ ഓഫ് ദ റെയറസ്റ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടില്ല അല്ലേ, നമ്മൾ കണ്ടിട്ടില്ല.
ഇപ്പൊ എന്താണെങ്കിലും മീനാക്ഷിക്ക് കോൺഫിഡന്റ് ആയത് മീനാക്ഷി ഇടുക, സ്നേഹയ്ക്ക് കോൺഫിഡന്റ് ആയി സ്നേഹം ഇടുക, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയത് ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇടുന്നത് നമ്മളെ ആൾക്കാരെ കാണിക്കാനും വേണ്ടിയിട്ടും ഉണ്ട്. നമ്മള് ആൾക്കാരെ ഒന്ന് നമ്മുടെ കോൺഫിഡൻസ്, 2 ഈ ഇടുന്ന സാധനം നാട്ടുകാർ കാണണം, 3 ഈ നാട്ടുകാർ ഇത് കണ്ട് എന്ത് പറയണു എന്നുള്ളത് നമ്മൾ തലയിൽ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പിടിച്ച് സോഷ്യൽ മീഡിയന്റെയോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റും വരുന്ന ചാനൽസിന്റെയോ തലയ്ക്ക് ചാടി കയറേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വിസിബിലിറ്റി കവറേജ് കൊടുക്കുന്ന അവരാണ്. ഓക്കെ, പിന്നെ വെരി റയർ കേസിൽ ചിലപ്പോൾ ചില ആളുകൾ ഇതിനായിട്ട് വന്ന് നിൽക്കും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ടൊന്നും അല്ലല്ലോ. ഇവർക്കൊക്കെ എല്ലാ ചാനലിലും ആയത് ക്യാമറാമാനെ ആളുകളെ അറിയാം. ഇവര് വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, മീഡിയക്കാരുണ്ടാവും, എന്തായാലും ഉണ്ടാവും. എങ്ങനെ ചെയ്താലും അത് വ്യൂസ് വരും, വീഡിയോ വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പൊ കുറെ ഓൺലൈൻ മീഡിയ ചാനലും ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ചാനൽ, പെർട്ടിക്കുലർ ചാനൽ നിങ്ങളെ ഇങ്ങനെ മാത്രം കാണിക്കാനും ഇങ്ങനെ ചാനൽ പറയുന്നുണ്ട്. അല്ല, അങ്ങനെ തോന്നുകയാണ്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ചാനൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ ലൈഫിൽ നിങ്ങളെ പിന്നാലെ വരികയാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്കെതിരെ എന്തൊക്കെ നടപടി എടുക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്, ഈ സെലിബ്രിറ്റി ലൈഫിന്റെ ഭാഗമായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ചാനൽസിനെ കുറ്റം പറഞ്ഞിട്ടോ ക്യാമറമാന്റെ ആംഗിൾ കുറ്റം പറഞ്ഞിട്ടോ വലിയ കാര്യമൊന്നുമില്ല. എല്ലാരും ഏത് ആംഗിൾ എടുത്താലും നമ്മള് ആ സമയത്ത് കാണുന്ന ചുറ്റുള്ള ആൾക്കാരും അതേ സെയിം സാധനം തന്നെ കാണുന്നത്. മൊബൈലിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സെയിം സാധനം. അല്ല, വ്യൂവർഷിപ്പും കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ തോട്ടാണ്. അത് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഇടും. അത് നെവർ മൈൻഡ് അടിച്ചു പോവാ. നമുക്കാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ് ഇട്ട് പോയാൽ എത്ര പേര് പറയുന്നവരുണ്ട്. ഇഗ്നോറൻസ് ഈസ് ബ്ലിസ്. നമ്മളാണെങ്കിൽ നമ്മളെ കുറിച്ച് എന്ത് പറയാൻ നമ്മളാരും മൈൻഡ് അടിക്കാറില്ല. അത് വേറെ കാര്യം.